ഇനി നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് റെഡിയാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം റെഡി. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നന്നായിട്ട് വക്കൊക്കെ മുരിഞ്ഞ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 3 കപ്പ് പച്ചരിയാണ് കേട്ടോ കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ 3 കപ്പ് അരി രാവിലെ തന്നെ കുതിർത്ത് വെച്ചു. കഴുകി വൃത്തിയാക്കി വെച്ച അരി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച ശേഷമാണ് കേട്ടോ നമ്മളതൊന്ന് അരച്ചെടുക്കുന്നത്. ഇതേ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വെള്ളം ഒരുപാട് കൂടി പോവേണ്ട, എന്നാൽ അത് അരയാൻ ആവശ്യത്തിനുള്ളൊരു വെള്ളവും കൂടി ചേർത്ത് നമ്മളതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാൻ കേട്ടോ. ഞാനൊരു 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഈ അരി ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് ഇതുപോലെ ഒരു 2 പ്രാവശ്യമായിട്ട് മാവ് നന്നായിട്ടൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വെള്ളം ചേർക്കാതെ മാവൊന്ന് അരച്ചെടുക്കുക കേട്ടോ. കാരണം നമ്മൾ ശർക്കര ഉരുക്കി അതിലേക്ക് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടിപ്പോവരുത്. പിന്നെ അത് ഒരു 5-6 ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശർക്കര ഉരുക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മളത് റെഡിയായി വരുമ്പോഴത്തേക്ക് കുറച്ച് പെരുംജീരകവും കുറച്ച് നല്ല ജീരകവും കുറച്ചൊരു ഏലക്കായി, ഇതൊന്നും ഒരുപാട് വേണ്ട കേട്ടോ. കുറച്ചൊരു ചെറിയൊരു ടേസ്റ്റിന് മാത്രമായിട്ട് ഒന്ന് നമ്മൾ ചതച്ചിട്ട് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടെ തന്നെ എള്ളുണ്ടെങ്കിൽ കുറച്ച് എള്ള് കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാനും നല്ലൊരു ടേസ്റ്റും ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ എള്ളില്ലാത്തത് കൊണ്ട് എള്ളിട്ടിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ കുറച്ചൊരു എള്ളു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി മാവ് അരയ്ക്കുമ്പോൾ മാവൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് അതിലിട്ടൊന്ന് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. അതൊന്ന് അരിച്ച ശേഷം നമ്മൾ ആ ചൂടോട് കൂടി തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ നന്ന ചൂടോട് കൂടി ഒഴിക്കുമ്പം നമ്മുടെ മാവ് ഒന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. മറ്റേ നമ്മുടെ മാവ് അങ്ങനെ കട്ടയാവാൻ സാധ്യതയുണ്ട്. അത് കാരണം ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ കയ്യിലുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ശർക്കരപ്പാനി നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ മാവ് ഒന്നുകൂടി ഒന്ന് ലൂസാവും കേട്ടോ. അപ്പോൾ നമ്മളതിലേക്ക് കുറച്ചൊരു മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ചെറിയൊരു കപ്പിൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുത്തു. അതിന് ഒരുപാട് കണക്കൊന്നുമില്ല, മൈദപ്പൊടി കൂടി പോവേണ്ട. നമ്മുടെ ഈ മാവൊക്കെ ഒന്നൊരു സെറ്റായി കിട്ടുന്ന ഒരു ഇതിന് അനുസരിച്ച് കുറച്ച് മൈദപ്പൊടി. ഞാനൊരു 1/2 ഗ്ലാസ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ നമ്മളതിലേക്ക് കുറച്ച് റവ കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. റവയും അങ്ങനെ തന്നെ ഒരുപാടൊന്നും വേണ്ട, ഒരു 1/2 ഗ്ലാസ് റവയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ മൈദപ്പൊടിയൊക്കെ ഇതിൽ കിടന്ന് ഇങ്ങനെ കട്ടായി കിടക്കും, അതൊന്ന് മിക്സാക്കി എടുക്കണം. നന്നായിട്ടൊന്ന് തവി വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ റെഡി ആയിക്കോളൂ കേട്ടോ. ഈ നെയ്യപ്പം ചുട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് നെയ്യപ്പം ചുടാനേ തോന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പം കുറച്ചായിട്ട് നെയ്യപ്പം ചുട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും ശരി, നമുക്ക് ആ നെയ്യപ്പത്തിൻ്റെ നല്ലൊരു ഷേപ്പ് കിട്ടാറുണ്ടായിരുന്നില്ല കേട്ടോ. ഇതേപോലെ എല്ലാവരും ഒന്ന് ചുട്ട് നോക്കുക, നല്ല അടിപൊളിയായിട്ടുള്ള നെയ്യപ്പം റെഡിയായി കിട്ടും. ആദ്യം മൈദപ്പൊടി ചേർത്തു, അത് കട്ട നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് റവ കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇത് രണ്ടായിട്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മാവ് ഒരുപാട് ലൂസാവണ്ട, എന്നാൽ ഒരുപാട് കട്ടിയാവണ്ട കേട്ടോ. കുറച്ചൊരു ലൂസിൽ വെച്ച് കഴിഞ്ഞ് നമ്മളൊരു 6 മണിക്കൂർ, ഒരു 6-8 മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഈ നെയ്യപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോഴത്തേക്ക് മാവൊന്ന് നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും. ശർക്കരപ്പാനിയൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് മാവ് ഒന്ന് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടി ഒന്ന് റവ ചേർത്ത് നമുക്കതൊന്ന് പാകാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാടൊന്നും റവ ചേർത്ത് കൂടി പോവരുത്. അപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ലേശം അപ്പക്കാരം കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഇനി അപ്പങ്ങാനം നന്നായില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചൊന്ന് അപ്പക്കാരം ഒന്ന് ചേർത്ത് കൊടുത്തതാണ് കേട്ടോ.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതേ ഒരു പരുവത്തിനാണ് കേട്ടോ നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കുമ്പം നമ്മുടെ പാവ് നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു ലൂസിൽ കിട്ടും കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു മാവിൻ്റെ പാകം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഒരുപാട് ലൂസ് ഉണ്ടല്ലോ എന്ന്. ഇല്ല, നമ്മളൊരു 5-6 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ മാവ് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് അതിലിട്ട് കൊടുക്കുക കേട്ടോ. നേരത്തെ വേണമെങ്കിൽ ചെയ്തിട്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ എന്തായാലും നെയ്യപ്പം ചുടാൻ നേരത്താണ് കേട്ടോ ഈ നെയ്യിൽ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വറുത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ചൂടോടുകൂടി തന്നെ നെയ്യോടുകൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കി നോക്കുക. നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നെയ്യപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ മാവിൻ്റെ ഈ കൂട്ടൊന്ന് സെറ്റായി കിട്ടണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നെയ്യപ്പം ചുടുമ്പോൾ അതിൻ്റെ ആ ചൂട് നന്നായിട്ട് എണ്ണ ചൂടായ ശേഷം പിന്നെ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നെയ്യപ്പം ചുട്ടെടുക്കാൻ. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വേവാതെയായി പോവും. നെയ്യപ്പം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. തീ കുറച്ച് വെച്ചാൽ ചൂട് തന്നെ നമ്മളൊന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള നെയ്യപ്പം കിട്ടും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നെയ്യപ്പം ചുടുമ്പോൾ. അങ്ങനെ ഇത് ഓരോ നെയ്യപ്പായിട്ട് അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. നമ്മൾ ചൂടോടുകൂടി നെയ്യും തേങ്ങാക്കൊത്തും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കാൻ കൂടി നോക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ മാവ് ഉണ്ടാവുക. കുറേശ്ശെ നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് തീ കുറച്ചൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഓരോ നെയ്യപ്പോൾ നമ്മളങ്ങനെ ചുട്ടെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതിൽ മുഴുവനുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നെയ്യപ്പം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പൊന്തി വരും കേട്ടോ. എന്നിട്ടതൊന്ന് കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാൻ കേട്ടോ. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം.